നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു മത്സ്യകൃഷിയാണ്. ഈ ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പതിയാരക്കര നടുവയൽ ഭാഗത്താണ്. ഈ ജനുവരി 10-ാം തീയതി മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ്. ഏകദേശം രാവിലെ 9 മണിക്ക് ഇത് തുടങ്ങും വിളവെടുപ്പ്. അപ്പം ഈ ഒരു ഫാമിനെ കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഫാം ഉണ്ടാക്കിയ സദാനന്ദ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം. സാരൻ ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊറോണ കാലത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? കൃഷിയിൽ മീൻ വളർത്തൽ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ മീൻ വളർത്തലൊക്കെ നമ്മൾ ഇതുവരെ അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടുമില്ല. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ കൊണ്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ തേടി എത്തിയത്. അപ്പോൾ എന്താണ് ഈ താല്പര്യം തോന്നാൻ കാരണം? റിട്ടയർഡ് ആയതിനു ശേഷം തുടങ്ങിയതാണോ? അതെ, റിട്ടയർഡ് ആയതിനു ശേഷം പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി മീൻ വളർത്തുന്നത്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാരണം. അപ്പൊ ആദ്യം കുളം ഉണ്ടായിരുന്നു? ഇല്ല, കുളം ഉണ്ടായിരുന്നില്ല. 2 കുളം, ഒരു 12 സെന്റില് 2 കുളം നിർമ്മിക്കുകയാണ്. അത് പട്ടാമ്പിയിലുള്ള ഒരു ടീമാണ് ഇത് ചെയ്തതാണ്. അപ്പൊ ഇതിനു വേണ്ടി മാത്രമാണോ കുളം കുടിച്ചതോ അല്ലാതെ ഇതിനു വേണ്ടി മത്സ്യം വളർത്താൻ വേണ്ടി മാത്രം? അപ്പൊ ആ ഒരു ഐഡിയ എങ്ങനെയാ തോന്നുന്നു ശരിക്കും? അത് യൂട്യൂബിൽ കണ്ടു. അപ്പൊ എനിക്കും ഇത് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഇപ്പം എല്ലാ സപ്പോർട്ടില്ലാതെ ഫാമിലി സപ്പോർട്ടില്ലാതെ നടക്കില്ലല്ലോ. അപ്പൊ ഫാമിലി ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പം എന്തൊക്കെ മീനുണ്ട് ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ തിലോപ്പിയ, വാള, ആസാം വാള, അതൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അത് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവര് തന്നെ സപ്ലൈ ചെയ്താണ്. അവര് തന്നെ കുളം കുഴിച്ച് അവര് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവര് സപ്ലൈ ചെയ്താണ്. അപ്പൊ എത്ര വലുപ്പമുള്ള ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടിരിക്കും? ഒരു 1 ഇഞ്ച് വലുപ്പമുള്ള. ഇപ്പൊ ഏതായാലും അതിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കുളത്തിൽ പോയിട്ടൊന്ന് കാണാം അല്ലേ? എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? ഏതായാലും ഇത്രയും മീൻ കുഞ്ഞുങ്ങൾ ഇത്രയും വലുതായി, എന്താണ് തോന്നുന്നത് ഇപ്പോൾ? ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ കേരള ഗവൺമെന്റിന്റെ ഈ പദ്ധതിയും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇതൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഫുഡും കാര്യങ്ങളും? ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ഇപ്പം 6 മാസം ആയപ്പോൾ ഇപ്പം ഇതിന് ഈ വാളയ്ക്ക് ഏതാണ്ട് 10 കിലോളം രാവിലെയും 10 കിലോ വൈകിട്ടുമാണ് കൊടുക്കുന്നത്. പിന്നെ അസോള കൊടുക്കുന്നുണ്ട്, സ്വന്തമായി കൃഷി ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതെ അതെ അതെ. പിന്നെ മുരിങ്ങയില, ചേമ്പിൻ്റെ ഇല ഇതൊക്കെ കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ തിലോപ്പിയക്ക് അത്ര ഫുഡ് വേണ്ട, ഒരു 3.5-4 കിലോ മതിയാകും. അതുപോലെ എനിക്ക് തോന്നുന്നു അത്രയും ക്ലീൻ ആയിട്ടുള്ള ഫുഡാണ് ഉപയോഗിച്ചത്. അപ്പം നല്ല മത്സ്യം, ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഭവം ചേരാത്ത നല്ല മത്സ്യമാണ് ഇപ്പം നാട്ടുകാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പല ഫാമിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇറച്ചിയുടെ അതുപോലെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ വണ്ണമാക്കുന്നതൊക്കെയാണ്. അതുപോലെ ഒന്നുമില്ലാതെ നമ്മുടെ സ്ഥിരം, അതായത് സസ്യ ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് വളർത്തുന്ന മീനാണ് അല്ലേ? അതെ. എൻ്റെ ജിതേഷ് എങ്ങനെയാണ് ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫിൽറ്ററിങ് ഇപ്പം കാര്യമായി ഞങ്ങൾ ഇപ്പം മീനിന് കുറച്ച് വെള്ളത്തിനൊക്കെ മാറിയപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി. ഇപ്പം ലാസ്റ്റ് ടൈമിലാണ് ഫിൽറ്ററിങ് വന്ന്. പിന്നെ ആദ്യം നമുക്ക് ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ആദ്യം ഒരു 30%-40% വെള്ളം മാറ്റിയിട്ട് ഈ 2 ആഴ്ച കൂടുമ്പോൾ പുതിയ വെള്ളം, ഇവിടെ വെള്ളം വയലായതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. പുഴ പിന്നെ ഉപ്പ് വെള്ളമാണ്. ഇത് നല്ല ശുദ്ധവെള്ളം. ഇവിടെ അടുത്ത് തന്നെ കുളമുണ്ട്. പിലോപ്പിയായും പിന്നെ വാളയും കൂടി അല്ല വേറെ മറ്റുള്ള ഇതിലേക്ക് കൊഞ്ച് അങ്ങനെയുള്ള സംഭവം പോകാൻ ചെന്നുണ്ടാ? കൊഞ്ച് ഞങ്ങളിത് ആദ്യം ഇപ്പോൾ ഒരു ഐഡിയ വന്നത്. ഇപ്പം തിലോപ്പിയ വലിയ കുഴപ്പമില്ല, രോഗങ്ങളൊക്കെ എല്ലാം വ്യത്യാസമാണ്. കൊഞ്ചിനൊക്കെ രോഗം പെട്ടെന്ന് ഈ ഫംഗസ് രോഗമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഈ തിലോപ്പിയും വാളയും. പിന്നെ വേറെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓക്സിജൻ്റെ പ്രശ്നങ്ങൾ വന്നാൽ രണ്ടും അത്ര രോഗങ്ങൾ കുറയുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യം ഇത് ഇറക്കിയത്. വാളയപ്പോൾ ഓക്സിജൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ മുകളിൽ വന്നിട്ട് ഓക്സിജൻ എടുക്കുന്ന ഒരു മീന ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ വന്ന്. അതേപോലെ തന്നെയാണ് തിലോപ്പിയും. അതുകൊണ്ട് വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ? ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണം കൃത്യമായി കൊടുക്കാം. പിന്നെ pH, വെള്ളത്തിന്റെ pH, അമോണിയ ഇതൊക്കെ നോക്കണം. അത് ഞങ്ങൾ ആഴ്ചയിൽ നോക്കുന്നുണ്ട്. അപ്പൊ എത്ര ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റും? വെള്ളം ഒരു 20 ദിവസമൊക്കെ കൂടുമ്പോൾ മാറ്റും. ഇത് നല്ല വളമാണ്. തെങ്ങിനും അങ്ങനെയൊക്കെ ഞങ്ങൾ പച്ചക്കറിക്കൊക്കെ കൊടുക്കും. അമോണിയ ഒക്കെ ഉള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഇത് ഏകദേശം നല്ലൊരു എമൗണ്ട് ആയി കാണുമല്ലോ അല്ലേ? ഇല്ലേ? അതെ ഇല്ലേ? പറഞ്ഞ പോലെ അതിനനുസരിച്ച് വിളവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാണുമ്പോൾ നമ്മൾ മീനിനെ കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ എപ്പോഴാണ് വിളവെടുപ്പ്? 10-ാം തീയതി. തിലോപ്പിയ 10-ാം തീയതിയാണ്. മറ്റേത് 2 മാസം കഴിഞ്ഞിട്ടാണ്. എത്ര ആഴമുണ്ട് സാധനത്തിൽ? ഈ 7 അടി ആഴമുണ്ട്. 7 ആഴമുണ്ട് അല്ലേ? അപ്പം ഏത് സൈസ് ഉള്ള പിലോപ്പിയാണ് ഇവിടെ ഉള്ളത്? ഏത് ബ്രീഡായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഉള്ളത്? MST. എന്താ പ്രത്യേകത? അത് സാധാരണഗതിയിൽ അത് പിന്നെ മോണോസെക്ഷൽ തിലാപ്പിയ എന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ പിന്നെ ആണും പെണ്ണും അല്ലാത്തൊരു ഇതാക്കി ഇവർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. പക്ഷെ അതിൽ കുറച്ച് എണ്ണം ബ്രീഡാവുന്ന ടൈപ്പ് ഉണ്ടാവും.
അതിലുള്ള കുട്ടികളെയാണ് നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളെ കണ്ടത്. അത് ശരി. ഏകദേശം എത്ര സൈസാവും ഈ ഒരു ഇതൊരു 350-400 ഗ്രാം ആവും. ഇതുണ്ട്. അത് വേറൊരു ഇതുണ്ട്, ചിത്രലാടാന്ന് പറഞ്ഞിട്ട്, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന് 600 ഗ്രാം ഒക്കെ ഉണ്ടാവും പറയുന്നത്, അറിയില്ല. അതിന് ഏതായാലും ഇനിയിപ്പോ പുതിയ പൂമീനും മറ്റു ഇതൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കരിമീൻ ഉണ്ട്. കരിമീൻ ഞങ്ങളെ പുഴയിൽ ചെയ്യാൻ പോകുന്നുണ്ട് ഇവിടെ താഴത്ത്. വാള അത് ഒരു വലിയ ഒരു വിളവെടുപ്പ് സമയത്ത് എത്ര വലുപ്പം ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ? സാധാരണഗതിയിൽ ഒരു 8 മാസം എല്ലാം ആകുമ്പോൾ 1 കിലോ വരെ എത്തും. അത് അല്ലാണ്ട് അത് വളർത്തുവാണെങ്കിൽ കൂടുതൽ ചിലവ് വരും. അതുകൊണ്ടാണ് ആരും ഇത് ചെയ്യാത്തത്. 1 കൊല്ലം എല്ലാം കഴിയുമ്പോൾ 1-1.5 കൊല്ലം എല്ലാം ആകുമ്പോൾ 2 കിലോ 3 കിലോ ഒക്കെ ആവും. അത് ശരി. ഇതിന്റെ ഒരു സാധ്യത എങ്ങനെയാ അറിഞ്ഞത് ശരിക്കും? സാധനമായിട്ട് ശരിക്കും വിപണിയും നോക്കണമല്ലോ നമ്മൾ. അതെ, ഇത് പിന്നെ ഞങ്ങളെ ഒരു കൂട്ടായ്മയുണ്ട്, ഫിഷ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിൽ ഒരു ഇതുണ്ട്. അവരുടെ അടുത്ത് നിന്നാണ് ഇതിന്റെ വിവരങ്ങളൊക്കെ കിട്ടുന്നത്. നടത്തിക്കൊണ്ടുവരാനുള്ള വെല്ലുവിളികൾ ശരിക്കും എന്താണ്? എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നെ ഈ ഉടുമ്പ്, പിന്നെ നീർനായ, അത് ഇറങ്ങും. അത് പിന്നെ ഇങ്ങനെയുള്ള ഇത് നല്ല ഫെൻസിങ് ഇല്ലെങ്കിൽ, ഈ വേലി ഇല്ലെങ്കിൽ, കമ്പി വേലി ഇത് കണ്ടില്ലേ, ഇതൊന്നും ഇല്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് കടന്ന് മത്സ്യങ്ങളെല്ലാം പിടിച്ചു. ഇവിടെ തന്നെ അടുത്ത് തന്നെ ഒരു ആളെ മത്സ്യമെല്ലാം പിടിച്ചു. പിന്നെ ഉടുമ്പ് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇതിൽ കൂടി തന്നെ കയറുന്നുണ്ട്. അതുപോലെ ഇതൊരു തുടക്കക്കാരൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു ഇങ്ങനെ ഫാം തുടങ്ങണേ എന്തെല്ലാം നമ്മൾ ആദ്യം തന്നെ കുളം കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുളം കുഴിക്കുമ്പോൾ അതില് പിന്നെ ഈ വേസ്റ്റ് ഒക്കെ ഇത് കേന്ദ്രീകരിക്കാൻ ഇതിന്റെ നടുവിലായിട്ട്, കുളത്തിന്റെ നടുവിലായിട്ട് ഒരു ശരിക്കൊരു താഴ്ച വേണം, കുഴി പോലെ. എങ്കിലേ നമുക്ക് ആ വേസ്റ്റ് ഇങ്ങോട്ട് എടുക്കാനും മോട്ടർ ഉപയോഗിച്ച് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ എങ്ങനെയായിരിക്കും ഇതിന്റെ കണ്ടീഷൻ? ഇങ്ങനെ ശരിക്കും ഇങ്ങനെയാണ്, സ്ലോപ്പാണ്. അതെ. എങ്ങനെയാ കുളം കുഴിച്ചിരിക്കും പറഞ്ഞാൽ? ഈ കുളം കുഴിച്ചത് ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു പട്ടാമ്പിയിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്തത്, നൗഷാദ് എന്ന് പറയുന്നത്. പക്ഷെ അവർ ഇതിന് ഒന്നിച്ച് ഒരു കുളത്തിന് 2.25 ലക്ഷം റുപ്യാണ്. ഈ ടാർപോളിനടക്കം. അതെ. ഇത് പ്രത്യേക ടാർപോളിനാണോ? സാധാ ടാർപോളിനല്ല. അതെ, ഇത് പ്രത്യേക തന്നെയാണ്. ഇത് ഒരു 550 mm ടാർപ്പാണ്. അപ്പം ഇത് കഷ്ടപ്പാട് തന്നെയുണ്ട്. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് കുളം കണ്ടു, അതുകൊണ്ട് ഇതിൽ പുറകിൽ നല്ലൊരു കഷ്ടപ്പാട് തന്നെ ഉണ്ടല്ലേ സാധാരണ? ഇല്ലേ? എല്ലാത്തിനും കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ പിന്നീട് ഒരു വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഫുഡെല്ലാം കൊടുക്കുകയുണ്ട്. ജനുവരി 10 ഞങ്ങൾ ആദ്യമായി വിളവെടുപ്പ് നടത്തുകയാണ്. അന്നേ ദിവസം എല്ലാ പ്രേക്ഷകരും നമ്മളെ പ്രിയപ്പെട്ട നാട്ടുകാരും ഒക്കെ സഹകരിക്കുക. ഇങ്ങനെയുള്ള ഒരു ഉദ്യമത്തിന് നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾക്ക്. അതെ, തന്നെയല്ല മറ്റുള്ളവർക്കൊരു പ്രചോദനം മാറണം, ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റുന്നുള്ളത്. അത് വന്ന് കാണാനുള്ള ഒരു അവസരമാണ് ശരിക്കും. അല്ലേ? വന്ന് കാണുക, ഇത് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പം സാധനം ചെയ്തിരിക്കുന്നത്.
ഇത് മണിയൂർ പഞ്ചായത്തിൽ ഇത്ര വലിയൊരു കുളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം 2 സെന്റിലൊക്കെ ചെയ്യുന്നതാണ് ഉള്ളത്. ഞങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മത്സ്യം യാതൊരുവിധ കലർപ്പും ഇല്ലാത്ത മറ്റേ വിഷാംശമില്ലാത്ത മത്സ്യമാണ്. ഇത് സാധാരണക്കാർക്ക് കിട്ടുന്ന മത്സ്യം പോലെ ഫോർമാലിനോ അങ്ങനെയുള്ള ഉപയോഗിച്ചോ ഐസോ ഒന്നും തന്നെ ഇല്ലാത്തതും, പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പെട്ടെന്ന് എപ്പോഴും വേണമെങ്കിലും വാങ്ങിക്കാവുന്ന ഒരു ഫ്രഷായിട്ട് മേടിക്കാൻ പറ്റുന്ന ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശവും അതാണ്. പതിയാരക്കര മദ്രസയ്ക്ക് സമീപം കോടേരിക്കുന്നത്ത് താഴെ വയലിൽ ആണ് ഈ കുളമുള്ളത്. വിളവെടുപ്പ് ഇവിടെ രാവിലെ 9 മണിക്ക് തുടങ്ങും. വിഷാംശമില്ലാത്ത നല്ല മത്സ്യം കഴിക്കാൻ നിങ്ങൾക്ക് ഇതൊരവസരമായി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. ജനുവരി 10 ഞായറാഴ്ച 9 മണിക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. മത്സ്യകൃഷിയുടെ എല്ലാ വശങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട സദാനന്ദേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ജനുവരി 10 നടക്കുന്ന ഈ മത്സ്യകൃഷിയുടെ വിളവെടുപ്പിന് എല്ലാ പ്രേക്ഷകരെയും എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് ഐസിടാത്ത മീൻ, എല്ലാവരും ഇപ്പം ടൗണിലൊക്കെ ഐസിടാത്ത മീൻ, അല്ലെങ്കിൽ ഒരു മായവും ചേർക്കാത്ത നല്ല ഫ്രഷ് മീൻ നല്ല പിടിച്ചുകൊണ്ട് പോകാം. അത് അന്നത്തെ ദിവസം ഇതിനെക്കുറിച്ച് നമുക്ക് കാണുകയും ചെയ്യാം. ഫാം എങ്ങനെ ആണിത് നടത്തുന്നതും കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം നിങ്ങൾ ജനുവരി 10 സന്ദർശിക്കുക. ഏവർക്കും ഹൃദയപൂർവ്വം ഈ ഫാമിലേക്ക് ജനുവരി 10 9 മണിക്ക് സ്വാഗതം.